തിരുവനന്തപുരത്ത് അലക്ഷ്യമായി വാഹനമോടിച്ച് യുവതിക്ക് പരുക്കേറ്റ സംഭവത്തിൽ 24 വാർത്തയ്ക്ക് പിന്നാലെ കേസെടുത്ത് പോലീസ്. തൊളിക്കോട് സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് ഒരാഴ്ചയ്ക്ക് ശേഷം കേസെടുത്തത്. ISRO ഉദ്യോഗസ്ഥൻ അലക്ഷ്യമായി വാഹനമോടിച്ചതിനെ തുടർന്നാണ് യുവതിക്ക് ഗുരുതരമായി പരുക്കേറ്റത്. 24 ഇമ്പാക്റ്റ് ആണ് ഈ വാർത്താ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടത്. MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഈ വാർത്ത 24 പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഒരല്പം വൈകിയാണ്, ഒരാഴ്ച കഴിഞ്ഞാണെങ്കിലും നടപടിയായിരിക്കുന്നു, കേസെടുത്തു. അനുജ, തീർച്ചയായും. കാരണം ഈ മാസം 15-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ തന്നെ ആ എതിർദിശയിൽ നിന്ന് വരുന്ന ഈ കാർ എത്രത്തോളം അലക്ഷ്യമായാണ് വാഹനം ഓടിച്ചതെന്ന് മനസ്സിലാകും. പക്ഷേ അത്രത്തോളം അലക്ഷ്യമായി വാഹനം ഓടിച്ച് എതിർദിശയിൽ നിന്ന് വന്ന യുവതി വീണ് പരിക്കേറ്റിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. 5 ദിവസത്തോളം പോലീസ് സ്റ്റേഷനിൽ യുവതി കയറി ഇറങ്ങുകയും ചെയ്തു. എന്നിട്ടും കേസെടുക്കാൻ തയ്യാറായില്ല. ഇന്നലെ ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ 24 വാർത്ത നൽകിയതിന് പിന്നാലെയാണ് വലിയമല പോലീസ് ഈ കാർ ഡ്രൈവർക്കെതിരെ അല്ലെങ്കിൽ കാർ ഓടിച്ച ആൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. നിലവിൽ 3 വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അശ്രദ്ധമായി വാഹനം ഓടിച്ച BNS 281, 125A, 125B എന്നീ വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. ഈ അപകടത്തിൽ യുവതിയുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 3 ലക്ഷത്തോളം രൂപയാണ് ശസ്ത്രക്രിയയ്ക്ക് മാത്രം ചെലവായത്. വാഹനം അലക്ഷ്യമായി ഓടിക്കുകയും യുവതി അപകടത്തിൽപ്പെടുകയും ചെയ്ത ശേഷം ഇത് നിർത്താതെ പോകുന്ന ഗുരുതരമായ ഒരു കുറ്റവും ഈ കാർ ഓടിച്ച ആൾ ചെയ്തു. എന്നിട്ടും പോലീസ് കേസെടുക്കാത്തത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. CCTV ഉൾപ്പെടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അനുജ, ശരി. തിരുവനന്തപുരത്ത് വാഹനാപകടത്തിൽ യുവതിക്ക് പരുക്കേറ്റ സംഭവം ആ വാർത്ത 24 നേരത്തെ പുറത്തു കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഒരു ആഴ്ചയ്ക്ക് ശേഷം പോലീസ് കേസെടുത്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.